ഇല വാട്ടിയപ്പോൾ കുറച്ച് അധികം വാടിപ്പോയി, സാരമില്ല. അപ്പൊ ചോറിട്ട് ചീരത്തോരൻ വെച്ച് അച്ചാറും വെച്ച് മീൻ പൊരിച്ചതും വെച്ച് ചമ്മന്തിപ്പൊടി, എന്നാ പിന്നെ ഒരു മുട്ട പൊരിച്ചതോട് ഇരുന്നിട്ട് ഒരു മുട്ട പൊരിച്ചോണ്ടിരുന്നപ്പോൾ അമ്മൂമ്മയും മോനും കൂടെ അപ്പൂമ്മയുടെ അപ്പൂപ്പന്റെ അപ്പുക്കുട്ടന്റെ ഉറക്കം മാറ്റുന്നു കേട്ടോ. പിന്നെ അതിൽ പയറുതോരനും മുട്ടയും വെച്ച് ഏട്ടന്റെ ചോറങ്ങ് പൊതിഞ്ഞു. അങ്ങനെ രണ്ടിനെ സ്കൂളിലും ജോലിക്കും ഒക്കെ പറഞ്ഞു വിട്ടിട്ട് ഉച്ചയ്ക്ക് അമ്മ ഉണ്ടായതുകൊണ്ട് എനിക്ക് ചോറ് വാരി തരുമായിരുന്നു കേട്ടോ. ഇതിന്റെ ഇടയിൽ മൊത്തത്തിൽ ഫോണിൽ കുത്തലായിരുന്നു. ഇതിപ്പോ എന്താ ഈ നോക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആൽഫ്കുട്ടസിന്റെ വീഡിയോയുടെ അടിയിലുള്ള മൊത്തം കമന്റ്സും ഇരുന്ന് അമ്മ നോക്കുമായിരുന്നു കേട്ടോ. ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ നല്ലതാണോ? എപ്പോൾ വേണേലും ഉപയോഗിക്കാം, കഴിച്ചുകൊണ്ടിരിക്കും എന്താ ഇതുപോലെ ഉപയോഗിക്കാം. നല്ല പോലെ താണ്ടി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവിടെ എന്തെങ്കിലും സ്പ്രേ ചെയ്തിട്ടുള്ള തോന്നൽ പോലും നമുക്ക് വരത്തില്ല. ഡെർമെറ്റ്സ് ഒക്കെ പറയുന്ന സ്ഥിരമായിട്ട് യൂസ് ചെയ്താലാണ് പെട്ടെന്ന് മുടിയൊക്കെ കിളിച്ച് വരിക എന്നാണ്. അടുത്ത ചോദ്യം, ഇത് യഥാർത്ഥത്തിൽ തേച്ച് കഴിഞ്ഞാൽ മുടി വളരുമോ എന്നുള്ളതാണ്. ശരിക്കും മുടി വളരും കേട്ടോ. ദിവസം ഒന്ന് അടിച്ചു നോക്കിയ കുനുകുനാന്ന് കുഞ്ഞു മുളർക്കുന്ന കൂട്ട് കിളുത്ത് മുടിയെല്ലാം കൂടെ വരാൻ തുടങ്ങും. അതായത് നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി കിളിക്കാൻ തുടങ്ങും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് സിറോ ആണോ വാട്ടർ ആണോ? ഇത് വാട്ടർ തന്നെയാണ്. അടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പെട്ടെന്ന് പൊക്കോളും കേട്ടോ. കാറ്റൊന്ന് അടിച്ചാൽ മതി, അത് ഉണങ്ങിക്കോളും. ഇത് വീട്ടിലുണ്ടാക്കിയാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. ഇന്ത്യാസ് ഫസ്റ്റ് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള റോസ്മേരി വാട്ടർ ആൽഫ്കുട്ടസിന്റെ ആണ്. ഞാൻ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പർപ്പിളിൽ ഓർഡർ ചെയ്താൽ കൊച്ചിയിലോ കൊല്ലത്തോ ആണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് ഡെലിവറി കിട്ടും. പ്രോഡക്റ്റ് ഒക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ.